മലയോര മണ്ണിന്റെ ജീവനാഡിയായ ചൈത്രവാഹിനി പുഴ കുഞ്ഞോളങ്ങളാൽ ചുംബിക്കുന്ന ഗ്രാമമാണ് കൊന്നക്കാട്. ഇവിടെ എത്തുന്നവരെ ബസ് സ്റ്റാൻഡ് പരിസരം പൂക്കളുടെ വർണ്ണക്കാഴ്ചകൾ കൊണ്ട് മാടി വിളിക്കും. നാട്ടിലെ സകല മാലിന്യങ്ങളും പേറിയ ഒരു ഭൂതകാലം ഈ മണ്ണിനുണ്ട്. പ്ലാസ്റ്റിക് ജൈവ മാലിന്യങ്ങൾ തിങ്ങി നിറഞ്ഞ് ജനങ്ങൾക്ക് തലവേദനയായി മാറിയിരുന്നു ഇവിടം. എന്നാൽ ഇന്ന് ഈ നാടും നാട്ടുകാരും കീഴടങ്ങാൻ മനസ്സില്ലാത്ത നിശ്ചയദാർഢ്യത്തിന്റെ കഥ പറയും. ഒരു പഞ്ചായത്ത് അംഗവും ജനകീയ കൂട്ടായ്മയും ചേർന്നാണ് കൊന്നക്കാടിന് പുതുമോടി പകരുന്നത്. ഇവിടെ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് കൂനകൾ കൊണ്ട് ഇങ്ങോട്ട് വരത്തില്ലാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ അങ്ങനെയായി എത്ര ക്ലീൻ ചെയ്താലും ഒരു കാര്യമില്ല. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും പുറത്തുനിന്നുള്ളവരും ഇവിടെയുള്ളവരും എല്ലാവരും തന്നെ നാട്ടുകാരടക്കം ഇവിടെ പ്ലാസ്റ്റിക് ഉപേക്ഷിക്കേണ്ട ഒരു സ്ഥലമായിട്ട് ഇതിനെ മാറ്റി. വ്യാപാരികളും ബസ് ഓട്ടോ തൊഴിലാളികളും തോട്ട നിർമ്മാണത്തിന് പൂർണ്ണ പിന്തുണയുമായി എത്തി. ഹരിതം കൊന്നക്കാട് എന്ന പേരിൽ ഏകദേശം ഒരു മാസക്കാലമായി കൊന്നക്കാട് ഈ ബസ് സ്റ്റാൻഡും അതുപോലെ തന്നെ ടൗണും ഏറ്റവും മലീമസമായി കടന്നിരുന്ന പ്രദേശങ്ങളെല്ലാം ഏറ്റവും നല്ല ഭംഗിയാക്കി ചെടികളിലെല്ലാം പൂച്ചെടികളെല്ലാം വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. പൂന്തോട്ടത്തിന്റെ പരിപാലനത്തിനായി പഞ്ചായത്ത് അധികൃതർ ഒരു ജീവനക്കാരിയെ നിയമിച്ചിട്ടുണ്ട്. ആദ്യം ബസ് സ്റ്റാൻഡ് പരിസരത്ത് മാത്രം ആരംഭിച്ച ചെടി നട്ടുപിടിപ്പിക്കൽ വ്യാപാരികളും പൂർണ്ണമായി ഏറ്റെടുത്തതോടെ കൊന്നക്കാടിന് വേറിട്ട മാതൃക തന്നെ തീർക്കാനായി. വിനോദസഞ്ചാര കേന്ദ്രമായി വളരുന്ന ബളാൽ പഞ്ചായത്തിലാകെ ഈ ഹരിത മുന്നേറ്റം നടപ്പിലാക്കാനാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.